ചില ദിവസങ്ങളിൽ ഒരു വിശപ്പ് അങ്ങോട്ട് വരും, പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. വീട്ടിൽ നഗറ്റ്സും ഉണ്ടായിരുന്നു, ബ്രെഡും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നഗറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ബ്രെഡും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ബ്രെഡ് കുറച്ച് ഓയിൽ അങ്ങോട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളേ, ഒന്ന് മൊരിയിച്ചെടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ബ്രെഡൊക്കെ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സാൻഡ്വിച്ചിനകത്ത് വെക്കാനെ കൊണ്ട് വെജിറ്റബിൾസ് വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ക്യാരറ്റ് അതുപോലെ തന്നെ നൈസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഞാൻ സവാള വെക്കാൻ മറന്നുപോയി. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ സവാള വെച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അതാ ക്യാരറ്റ് ഞാൻ നൈസായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നഗറ്റ്സും തക്കാളിയും ക്യാരറ്റും എല്ലാം സെറ്റാക്കി ഇനിയാണ് നമ്മൾ സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ മയോണൈസ്, നല്ല കിടിലൻ ടേസ്റ്റുള്ള മയോണൈസാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടോളൂ. ഇത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ഷടവടയെന്ന് പറഞ്ഞ് മയോണൈസ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. പിന്നെ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു, പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ നമ്മൾ മയോണൈസ് ഒഴിച്ചു, പിന്നെ വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ മണ്ടേ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നഗറ്റ്സ് 4ആയിട്ട് കട്ട് ചെയ്തു, കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ കടയിൽ പോയപ്പം ഇത് വാങ്ങിച്ചായിരുന്നു. എന്താണ് ഇതിൻ്റെ പേര്? നമ്മുടെ സ്ലൈസായിട്ടുള്ള, അയ്യോ പേര് മറന്നു പോയില്ല, പേരും കിട്ടുന്നില്ല. അയ്യോ ഇതിൻ്റെ പേരെന്തോ, പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. കിട്ടി, ചീസും കൂടെ വെച്ച് കൊടുത്തു. അതിൻ്റെ മണ്ടേ ഒരു ബ്രെഡും കൂടെ വെച്ചു. അപ്പോൾ സംഭവം സെറ്റ്.